ഡിയർ സ്റ്റുഡൻസ്, ഈ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പുതിയ ചാപ്റ്ററാണ്. ചാപ്റ്ററിന്റെ പേര് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഈ രണ്ട് വാക്കുകളെ നമ്മൾ പെട്ടെന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് പഠിക്കാൻ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി മനസ്സിലാക്കി. എന്തായിരുന്നു ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി? ഇറ്റ് വാസ് എ ഫോഴ്സ് പെർ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് പഠിക്കാനുള്ള ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഇതുപോലെ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു സ്കെലാർ ക്വാണ്ടിറ്റി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ആൻഡ് ദാറ്റ് ഈസ് നെയ്മഡ് ആസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആൻഡ് പൊട്ടൻഷ്യൽ. ആദ്യം നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. എന്തുകൊണ്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി വെക്ടർ ആയത്? ഇറ്റ് ഈസ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് പെർ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് വർക്കാണ്. സ്കെലാർ ക്വാണ്ടിറ്റി ആയ വർക്ക് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയും പൊട്ടൻഷ്യലിനെയും ഡിഫൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒന്നുകൂടി സിമ്പിൾ ആയ ക്വാണ്ടിറ്റിയാണ്, സ്കെലാർ. എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? ആദ്യം ഡെഫിനിഷൻ ഞാനൊന്ന് പറയാം. ഒരു ഇലക്ട്രിക് ഫീൽഡില് രണ്ട് പോയിന്റുകൾക്കിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ആ രണ്ട് പോയിന്റുകൾക്കിടയ്ക്ക് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ, അതായത് +1 കൂളോമിനെ ആക്സിലറേഷൻ ഒന്നും കൂടാതെ ഇലക്ട്രിക് ഫീൽഡിനെതിരായി നീക്കാൻ ചെയ്യപ്പെടുന്ന എക്സ്റ്റേണൽ വർക്കാണ്. ആരാണ് വർക്ക് ചെയ്യേണ്ടത്? ഇലക്ട്രിക് ഫീൽഡ് അല്ല ചെയ്യേണ്ടത്, ഇലക്ട്രിക് ഫീൽഡിന് പുറത്തുള്ള ഒരു എക്സ്റ്റേണൽ വർക്കാണ്. എക്സ്റ്റേണൽ വർക്ക് എന്തിനു വേണ്ടി ചെയ്യുന്നതാണ്? രണ്ട് പോയിന്റുകൾക്കിടയ്ക്ക് +1 കൂളോമിനെ നീക്കാൻ ചെയ്യുന്ന വർക്കാണ്. എങ്ങനെയാണ് നീക്കേണ്ടത്? ഇലക്ട്രിക് ഫീൽഡിനെതിരായി ആക്സിലറേഷൻ ഒന്നും കൂടാതെ, വെലോസിറ്റിക്ക് മാറ്റമില്ലാതെ, കൈനറ്റിക് എനർജി കൂടുകയോ കുറയുകയോ ചെയ്യാതെ +1 കൂളോമിനെ നീക്കാൻ വേണ്ട വർക്കാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഒന്നുകൂടി ഈ ആക്സിലറേഷൻ കൂടാതെ എന്നുള്ളതിൽ സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ആക്സിലറേഷൻ കൂടാതെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു വസ്തുവിനെ താഴത്തേക്ക് നമ്മൾ ഇട്ടാൽ അതിന് ആക്സിലറേഷനോട് കൂടി താഴേക്ക് വരും, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതേസമയത്ത് ഇപ്പൊ നമ്മൾ പറഞ്ഞ പ്രകാരം ആക്സിലറേഷൻ കൂടാതെ ആ വസ്തുവിനെ താഴേക്ക് വെക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ വസ്തുവിനെ മെല്ലെ നമ്മൾ താഴേക്ക് പിടിച്ചു കൊണ്ടുവന്ന് താഴത്ത് കൊണ്ടുവന്ന് വെക്കും. അപ്പൊ താഴേക്ക് ഒരു വസ്തുവിനെ മെല്ലെ കൊണ്ടുവന്ന് വെക്കുന്നതാണ് എന്ത്? ആക്സിലറേഷൻ കൂടാതെ കൊണ്ടുവന്ന് വെക്കുന്നത്. അതിനെ ഇട്ടാൽ താഴത്തേക്ക് വീഴുന്നത് ആക്സിലറേഷനോട് കൂടിയാണ്. ഇവിടെ ഇതേപോലെ യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് ആക്സിലറേഷൻ കൂടാതെയാണ് രണ്ട് പോയിന്റുകൾക്കിടയ്ക്ക് നീക്കേണ്ടത്. എവിടുന്ന് എവിടേക്ക് നീക്കണു? ഇലക്ട്രിക് ഫീൽഡിന് എതിരായിട്ടാണ് നീക്കേണ്ടത്. ആ ചെയ്യപ്പെടുന്ന വർക്കാണ് ആ രണ്ട് പോയിന്റുകൾക്കിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഡിഫൈൻ ചെയ്യാം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 points in an electric field is the work done to move a unit positive charge between the 2 points without any acceleration against the electrostatic force or against the electric field. ഒന്ന് ശ്രദ്ധിക്കുക, നമ്മളുടെ കയ്യിൽ +q ന്റെ ഇലക്ട്രിക് ഫീൽഡാണ് നമ്മൾ പറയുന്നത്. +q എന്ന് പറയുന്ന ഒരു ചാർജ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അതിന്റെ ഇലക്ട്രിക് ഫീൽഡാണ് ഈ ചുറ്റുഭാഗം. ആ ഇലക്ട്രിക് ഫീൽഡിലെ രണ്ട് പോയിന്റുകളാണ് എയും ബിയും. എയും ബിയും +qന്റെ ഇലക്ട്രിക് ഫീൽഡിലെ രണ്ട് പോയിന്റുകളാണ്. നമുക്ക് കാണേണ്ടത് എക്കും ബിക്കും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അതിനുവേണ്ടി നമുക്ക് +q ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടുണ്ടാവുക, പുറത്തേക്ക് ഏനോ മാർക്ക് ഉണ്ടാവും. അപ്പൊ ഇ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് പുറത്തേക്ക് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന് എതിരാണെന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ബിയിൽ നിന്ന് എയിലേക്ക്. ഇലക്ട്രിക് ഫീൽഡ് എയിൽ നിന്ന് ബിയിലേക്ക് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ നീക്കുന്നത് ബിയിൽ നിന്ന് എയിലേക്കാണ്. എങ്ങനെയാണ് നീക്കുന്നത്? ആക്സിലറേഷൻ കൂടാതെയാണ്. അങ്ങനെ ചെയ്യപ്പെടുന്ന വർക്ക് ബിയിൽ നിന്ന് എയിലേക്ക് +1 കൂളോമിനെ നീക്കാൻ വേണ്ട വർക്ക് ആണ് എക്കും ബിക്കും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പക്ഷെ നമ്മളെ കയ്യിൽ നീക്കാൻ +1 കൂളോം ഇല്ല, പകരം ആരാളുള്ളത്? ഒരു സ്മോൾ q എന്ന് പറയുന്ന ടെസ്റ്റ് ചാർജ് ആണുള്ളത്. അപ്പൊ സ്മോൾ q എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചാർജിനെ, +q ആയിട്ടുള്ള ഒരു സ്മോൾ qനെ, ആ ടെസ്റ്റ് ചാർജിനെ ഞാൻ ബിയിൽ നിന്ന് എയിലേക്ക് നീക്കുക. അങ്ങനെ നീക്കുമ്പോൾ ചെയ്യപ്പെടുന്ന വർക്കാണ് WBA എന്ന് നമുക്ക് എഴുതാം. എന്താ WBA? ബിയിൽ നിന്ന് എയിലേക്ക് സ്മോൾ q എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചാർജിനെ നീക്കാൻ വേണ്ട വർക്കാണ്. അങ്ങനെയാണെങ്കിൽ 1 കൂളോമിനെ നീക്കാൻ വേണ്ട വർക്ക് എത്രയായിരിക്കും? q കൂളോമിനെ നീക്കാൻ വേണ്ട വർക്ക് WBA ആണെങ്കിൽ 1 കൂളോമിനെ നീക്കാൻ വേണ്ട വർക്ക് WBA/q ആയിരിക്കും. അപ്പൊ നമുക്ക് ആ വർക്ക് പെർ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ് എക്കും ബിക്കും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ദാറ്റ് ഈസ്, അതിനെങ്ങനെ എഴുതാം? പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ VA - VB എന്ന് എഴുതാം. VA എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ അറ്റ് എ, VB എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ അറ്റ് ബി. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ്
VA minus VB is equal to WBA by Q. What is WBA? The work done in moving Q from B to A. That is against electric field without any acceleration. അപ്പോ ചുരുക്കി പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് വർക്ക് പെർ ചാർജ്. വർക്ക് പെർ ചാർജ് ആയതുകൊണ്ട് തന്നെ വർക്ക് സ്കലാർ ക്വാണ്ടിറ്റി ആണ്, ചാർജ് സ്കലാർ ക്വാണ്ടിറ്റി ആണ്. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് എ സ്കലാർ ക്വാണ്ടിറ്റി ആണ്. SI യൂണിറ്റ് വോൾട്ട് ആണ്. SI യൂണിറ്റ് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻ SI യൂണിറ്റ് ഈസ് വോൾട്ട് ആണ്. 1 volt is equal to 1 joule per coulomb. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് വർക്ക് ബൈ ചാർജ് ആയതുകൊണ്ട് 1 volt is equal to 1 joule per coulomb. എപ്പോഴാണ് രണ്ട് പോയിന്റുകൾക്കിടയ്ക്ക് 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട് നമ്മൾ പറയാ? 1 കൂളോം ചാർജിന് ഈ രണ്ട് പോയിന്റുകൾക്കിടയ്ക്ക് ഇലക്ട്രിക് ഫീൽഡിനെതിരായി ആക്സലറേഷൻ കൂടാതെ നീക്കുമ്പോൾ ചെയ്യുന്ന വർക്ക് 1 ജൂൾ ആണെങ്കിൽ ആ രണ്ട് പോയിന്റുകൾക്കിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ട് ആയിരിക്കും. രണ്ട് പോയിന്റുകൾക്കിടയ്ക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ട് ആവും എപ്പോൾ ആ രണ്ട് പോയിന്റുകൾക്കിടയ്ക്ക് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ വിത്തൌട്ട് എനി ആക്സലറേഷൻ അഗെയിൻസ്റ്റ് ഇലക്ട്രിക് ഫീൽഡ് നീക്കാൻ വേണ്ട എക്സ്റ്റേണൽ വർക്ക് ഡൺ 1 ജൂൾ ആണെങ്കിൽ. സോ 1 വോൾട്ട് ഇസ് ഈക്വൽ ടു 1 ജൂൾ പെർ കൂളോം. ഡയമെൻഷണൽ ഫോർമുല നിങ്ങൾക്ക് വർക്കിന്റെ അറിയാം ആൻഡ് ചാർജിന്റെ അറിയാം. സോ യു ക്യാൻ കാൽക്കുലേറ്റ് ഡയമെൻഷണൽ ഫോർമുല ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആസ് ml square t raised to minus 3 I raised to minus 1. ഓക്കെ, ലീവ് ഇറ്റ്. ഇനി നമ്മൾ ഇപ്പോഴും നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസാ പറഞ്ഞത്, പൊട്ടൻഷ്യൽ പറഞ്ഞില്ല. അപ്പൊ പൊട്ടൻഷ്യൽ പറയണമെങ്കിൽ ആരാ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു? VA എയിലെ പൊട്ടൻഷ്യൽ, VB ബിയിലെ പൊട്ടൻഷ്യൽ. അപ്പോഴാണ് നമുക്ക് VA മൈനസ് VB പൊട്ടൻഷ്യൽ ഡിഫറൻസ് എഴുതിയത്. അപ്പൊ നമുക്ക് എയിലെ പൊട്ടൻഷ്യൽ എന്താണെന്ന് പറയണം. അപ്പൊ അതിന് മുമ്പ് നമുക്കൊരു കാര്യം അറിയാം. നമ്മൾ ദൂരം കൂടുന്തോറും ഇലക്ട്രിക് ഫീൽഡ് കുറഞ്ഞു വരും. അങ്ങനെ ഇൻഫിനിറ്റിയിൽ എത്തിയാൽ ഇലക്ട്രിക് ഫീൽഡ് ബിക്കം സീറോ. വാട്ട് ഈസ് ഇൻഫിനിറ്റി? വേർ ഇലക്ട്രിക് ഫീൽഡ് ബിക്കം സീറോ, ദാറ്റ് പോയിന്റ് ഈസ് കോൾഡ് ഇൻഫിനിറ്റി. അപ്പൊ ഇൻഫിനിറ്റിയിലെ ഇലക്ട്രിക് ഫീൽഡ് പൂജ്യമാണ്. ഇലക്ട്രിക് ഫീൽഡ് പൂജ്യമാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി പൂജ്യമാവണം, ഇലക്ട്രിക് പൊട്ടൻഷ്യലും പൂജ്യമാവും. അപ്പൊ നമ്മള് ഇതിലെ ബി എന്നുള്ള പോയിന്റ് ഇൻഫിനിറ്റിയിലാണെന്ന് കരുതുക. അപ്പൊ ബി എന്നുള്ള പോയിന്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ബിയിലെ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? VB is equal to 0. ഇതാ, if B is at infinity, then that potential at B will be equal to 0. Then this equation becomes VA minus VB becomes simply VA minus 0. That is VA. So VA is equal to WBA എന്നുള്ളത് W infinity to A. ഇൻഫിനിറ്റിയിൽ നിന്ന് എയിലേക്ക് കൊണ്ടുവരാൻ വേണ്ട വർക്ക് ഡിവൈഡഡ് ബൈ Q. So potential at A is എന്താണ്? The work done to bring unit positive charge from infinity to the point A. നമ്മളെ കയ്യിൽ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഇല്ലാത്തതിന് പകരം ഒരു Q ചാർജിനെ കൊണ്ടുവരാൻ വേണ്ട വർക്ക് W ഇൻഫിനിറ്റി ടു A ആണെങ്കിൽ ആ വർക്കിനെ Q കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 1 കൂളോമിനെ കൊണ്ടുവരാൻ വേണ്ട വർക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലായി. എന്താ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ? ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ. എന്തിനുള്ള വർക്ക് ഡൺ ആണ്? ടു ബ്രിങ്. ആരെ ബ്രിങ് ചെയ്യാനാണ്? യൂണിറ്റ് പോസിറ്റീവ് ചാർജ് പ്ലസ് 1 കൂളോം. എവിടുന്നാണ്? ഫ്രം ഇൻഫിനിറ്റി. എവിടേക്കാണ്? ടു ദ റിക്വയർഡ് പോയിന്റ്. എങ്ങനെയാണ്? വിത്തൌട്ട് എനി ആക്സിലറേഷൻ. So electric potential is the work done to bring unit positive charge from infinity to the required point. Potential difference is the work done in moving unit positive charge between the 2 points against the electrostatic force or against the electric field without any acceleration. ഓക്കെ, രണ്ട് ഡെഫിനിഷൻസ് ക്ലിയർ ആയി എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ VA is equal to W infinity A by Q മനസ്സിലായിട്ടുണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ നോക്കൂ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു W by Q. സോ തിരിച്ച് W is equal to പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻറ്റു ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. WBA is equal to Q into VA minus VB. What is WBA? Work done in moving a charge Q from B to A is equal to charge into VA minus VB. That is charge into potential difference. So simply W is equal to QV. Very important formula. W is equal to Q into V. What is W? The work done to move a charge Q through a potential difference V without any acceleration is W equal to QV. Very important formula. പ്രോബ്ലങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യം വരും. So W is equal to QV ഓർമ്മിക്കുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലെ? ഇനി നമ്മൾ അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോവാണ്. എന്താണ്? നമ്മൾ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് പഠിക്കാൻ ഇപ്പൊ 2 വാക്കുകൾ. ഒന്ന് വെക്റ്റർ ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, 2 സ്കേലാർ ആയിട്ടുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. സോ സ്വാഭാവികമായിട്ട് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി തമ്മിലൊന്ന് കണക്ട് ചെയ്യാം. അവർ തമ്മിലുള്ള ബന്ധം ഉണ്ടാവുമല്ലോ, ആ ബന്ധം ഒന്ന് കാണാൻ പോവാം. അതിനുവേണ്ടി ശ്രദ്ധിക്കുക, വീണ്ടും പ്ലസ് ക്യൂവിന്റെ ഇലക്ട്രിക് ഫീൽഡിൽ നേരത്തെ പറഞ്ഞ പോലെ 2 പോയിന്റുകൾ എയും ബിയും.
എയും ബിയും 2 പോയിന്റ്സ് ആണ്. എവിടെയാണ്? +q എന്ന് പറയുന്ന ഒരു പോയിന്റ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡിലാണ്. നമുക്ക് എക്കും ബിക്കും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരുന്നു? ബിയിൽ നിന്ന് എയിലേക്ക്. എന്താ ബിയിൽ നിന്ന് എയിലേക്ക് എന്ന് പറഞ്ഞത്? ഇത് പ്ലസ് ചാർജ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് എയിൽ നിന്ന് ബിയിലേക്കാണ്, പുറത്തേക്കാണ്. അതുകൊണ്ട് എതിരായി വരുമ്പോൾ ബിയിൽ നിന്ന് എയിലേക്ക് ആരെ കൊണ്ടുവരണം? +1 കൂളോമിനെ കൊണ്ടുവരാൻ വേണ്ട വർക്കാണ്. എങ്ങനെ കൊണ്ടുവരണം? ആക്സിലറേഷൻ കൂടാതെ കൊണ്ടുവരണം. പക്ഷെ നമുക്കറിയാം അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആണ്. +q കാരണം പോയിന്റ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് എത്രയായിരുന്നു? 1/4πε0 q/r². ഇറ്റ് ഇസ് നോട്ട് കോൺസ്റ്റന്റ്. r കൂടുമ്പോൾ 1/r² പ്രൊപ്പോർഷണാലിറ്റിയിൽ കുറഞ്ഞു വരും. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇസ് നോട്ട് കോൺസ്റ്റന്റ്. എന്താ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി? യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്. അപ്പോ ഇവിടെ ഒരു +1 കൂളോം വെച്ചാൽ അയാൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. അത് തുടർച്ചയായിട്ട് മാറുന്നതുകൊണ്ട്, ഫോഴ്സ് മാറുന്നതുകൊണ്ട് നമ്മൾ വർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ വാരിയബിൾ ഫോഴ്സ് കാരണം വർക്ക് കാണാൻ കഴിഞ്ഞ വർഷം പറഞ്ഞ പോലെ എന്ത് ചെയ്യണം? വാരിയബിൾ ഫോഴ്സിന്റെ വർക്ക് കാണാനുള്ള ഫോർമുല ഇന്റഗ്രൽ F.dr ആണ്. F.s ആയിരുന്നു വർക്ക്. പക്ഷെ അത് കോൺസ്റ്റന്റ് ഫോഴ്സ് ആവുമ്പോഴാണ്. വാരിയബിൾ ഫോഴ്സ് ആണെങ്കിൽ വർക്ക് ഡൺ ഈസ് W ഇന്റഗ്രൽ F.dr. ആ ചെറിയൊരു ദൂരം dr സമയത്തേക്ക് ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ്. അപ്പോ വാരിയബിൾ ഫോഴ്സ് ആണെങ്കിൽ ചെറിയ ദൂരങ്ങൾക്ക് വേണ്ട ചെറിയ വർക്ക് കണ്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ ടോട്ടൽ വർക്ക് കിട്ടും. അതിനുവേണ്ടി നമ്മൾ ബിയിൽ നിന്ന് എയിലേക്ക് നീക്കുന്നതിന് മുന്നോടിയായിട്ട് ഇതിനിടയിലുള്ള ഒരു പോയിന്റിനെ കൺസിഡർ ചെയ്തു, പി. ആ പി എന്നുള്ള പോയിന്റിലെ +q കാരണം ഉണ്ടായിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് E ഔട്ട്വേർഡ്സ് അങ്ങോട്ടാണ്. അപ്പോ അതിന്റെ മുകളിൽ അവിടെ ഇരിക്കുന്ന ഒരു +1 കൂളോമിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എത്രയായിരിക്കും? E ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ്. അപ്പൊ പി എന്നുള്ള പോയിന്റിൽ +1 കൂളോം ഇരുന്നാൽ അനുഭവപ്പെടുന്ന പുറത്തേക്ക് തള്ളുന്ന ഫോഴ്സ് E ആണ്. നമുക്ക് അതിനെതിരായിട്ടാണ് നീക്കേണ്ടത്. അപ്പൊ നമ്മൾ കൊടുക്കേണ്ട ഫോഴ്സ് ഈനേക്കാളും കൂടുതലായാൽ വെലോസിറ്റി കൂടും, ആക്സിലറേഷൻ ഉണ്ടാവും. ഈനേക്കാളും കുറവായാൽ നീങ്ങില്ല. അപ്പൊ ആക്സിലറേഷൻ കൂടാതെ പിയിൽ നിന്ന് +1 കൂളോമിനെ എതിരായി നീക്കാൻ, ചെറിയൊരു ദൂരം നീക്കാൻ കൊടുക്കേണ്ട ഫോഴ്സ് സെയിം മാഗ്നിറ്റ്യൂഡ് ഉള്ളതായിരിക്കണം. എത്രയായിരിക്കണം? അപ്പോ ഈ മാഗ്നിറ്റ്യൂഡ് ഉള്ളത് തന്നെ ആയിരിക്കണം. പക്ഷെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നെഗറ്റീവ് സൈൻ കൊടുക്കണം. അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സ് F = -E. Can you understand? എന്താണ് ഞാൻ പറഞ്ഞത്? ഇവിടെ +1 കൂളോമിനെ പി എന്നുള്ള പോയിന്റിൽ +1 കൂളോമിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി E. അപ്പൊ നമ്മൾ അതിനെ നീക്കാൻ, ആക്സിലറേഷൻ ഇല്ലാതെ നീക്കാൻ നമ്മൾ കൊടുക്കേണ്ട ഫോഴ്സും E തന്നെയാണ്. പക്ഷെ അത് ഇലക്ട്രിക് ഫീൽഡിന് എതിരായതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനെ -E എന്ന് എഴുതാം. നെഗറ്റീവ് സൈൻ ഇലക്ട്രിക് ഫീൽഡിന് എതിരായതുകൊണ്ട് കൊടുക്കും. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് -E ആണ്. നമ്മൾ ചെറിയൊരു ദൂരം നീക്കുന്നു, ആ സമയത്തേക്ക് ഇലക്ട്രിക് ഫീൽഡ് മാറുന്നില്ല എന്ന് സങ്കല്പിക്കുന്നു. അത്രയും ചെറിയൊരു ദൂരത്തേക്കാണ് നമ്മൾ നീക്കുന്നത്. ആ സമയത്തോളം ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി മാറിയില്ല. അപ്പോ ആ ചെറിയ ദൂരമാണ് dr. അത് നീക്കാൻ വേണ്ട വർക്ക് dw. സ്മോൾ വർക്ക് ഡൺ dw = F.dr. കഴിഞ്ഞ വർഷം ചെയ്ത ഒരു പ്രോസസ്സാണ്. സോ എഫിന്റെ സ്ഥാനത്ത് -E.dr. വി ഹാവ് ടു ഇന്റഗ്രേറ്റ് ദിസ് ഇൻടു ഫൈൻഡ് ദ ടോട്ടൽ വർക്ക് ഡൺ. എന്താ ടോട്ടൽ വർക്ക് ഡൺ? ബിയിൽ നിന്ന് എയിലേക്ക് കൊണ്ടുവരാൻ വേണ്ട വർക്ക്. സോ ബിയിൽ നിന്ന് എയിലേക്ക് +1 കൂളോമിനെ കൊണ്ടുവരാൻ വേണ്ട വർക്ക് WBA = ഇന്റഗ്രൽ dw. എല്ലാ ചെറിയ വർക്കുകളും കൂടി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തു കൂട്ടി. സോ ദാറ്റ്സ് = മൈനസ് ഇന്റഗ്രൽ എവിടുന്ന് എവിടേക്കാണ്? ബിയിൽ നിന്ന് എയിലേക്ക് B to A E.dr. സോ ദിസ് വർക്ക് ഡൺ ഈസ്, വാട്ട് ഈസ് ദാറ്റ് വർക്ക് ഡൺ? ദാറ്റ് വർക്ക് ഡൺ ഈസ് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരാൻ വേണ്ട വർക്കാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇവിടെ നമ്മൾ +1 കൂളോമിനെ കൊണ്ടുവരാനാണ് ഡിഫൈൻ ചെയ്തത്. Therefore, this WBA ക്ക് പകരം ഞാൻ VA - VB എന്ന് എഴുതി. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയി. എക്കും ബിക്കും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം VA - VB = ഇന്റഗ്രൽ എവിടുന്നാണ് ലിമിറ്റ്? ബിയിൽ നിന്ന് എവിടേക്കാ കൊണ്ടുവരുന്നത്? എയിലേക്ക്. ഇന്റഗ്രൽ B to A E.dr. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് നെഗറ്റീവ് ഓഫ് ഇന്റഗ്രൽ B to A E.dr. വാട്ട് ഈസ് E.dr? നമ്മൾ മുമ്പ് കണ്ടിരുന്നു E.ds. വാട്ട് ഈസ് E.ds? ഇന്റഗ്രൽ E.ds ഈസ് ഇലക്ട്രിക് ഫ്ലക്സ്. E.ds ഈസ് ഇലക്ട്രിക് ഫ്ലക്സ്. ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ദ സർഫസ് ഇന്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. സിമിലർലി ഇവിടെ ലൈൻ ഇന്റഗ്രൽ നമ്മൾ ദൂരത്തിലല്ല ഇന്റഗ്രേറ്റ് ചെയ്ത് dr ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ദിസ് ഇസ് ലെങ്ത്തിലുള്ള ഇന്റഗ്രേഷൻ ആണ്. സോ ദാറ്റ് ഈസ് നെയ്മഡ് ആസ് ലൈൻ ഇന്റഗ്രേഷൻ. സോ ഇലക്ട്രിക് ഫീൽഡിനെ ലൈനിൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്ന ആളാണ് എന്ത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇലക്ട്രിക് ഫീൽഡിനെ സർഫസിൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്നതാണ് ഇലക്ട്രിക് ഫ്ലക്സ്. ഇലക്ട്രിക് ഫീൽഡിനെ ലൈനിൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്നതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. സോ VA - VB, the potential difference between A and B is equal to negative of line integral of electric field.
negative of line integral of electric field. VA minus VB is equal to minus integral B to A E dot dr. അത് ഇമ്പോർട്ടന്റ് ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ബന്ധം നെഗറ്റീവ് ഓഫ് ലൈൻ ഇന്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊട്ടൻഷ്യൽ എഴുതാം. സോ വാട്ട് വിൽ ബി പൊട്ടൻഷ്യൽ? സോ പൊട്ടൻഷ്യൽ ഈസ് VA ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? ബി ഇൻഫിനിറ്റി കൊടുത്താണ്. സോ VA is equal to മൈനസ് ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു A E dot dr. ഇങ്ങനെ എഴുതി വെക്കാം. സോ പൊട്ടൻഷ്യൽ at A is negative of line integral from infinity to the point A E dot dr. ഇപ്പൊ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയുമ്പോൾ ബിയിൽ നിന്ന് എയിലേക്ക്, പൊട്ടൻഷ്യൽ പറയുമ്പോൾ ഇൻഫിനിറ്റിയിൽ നിന്ന് എയിലേക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിനെ ലൈനിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് നെഗറ്റീവ് കൊടുത്താൽ എന്ത് കിട്ടും? പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടും. നമുക്കറിയാം അഡീഷന്റെ ഓപ്പോസിറ്റ് ആണ് സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷന്റെ ഓപ്പോസിറ്റ് ആണ് ഡിവിഷൻ. ഇതേപോലെ ഇന്റഗ്രേഷന്റെ ഓപ്പോസിറ്റ് ആണ് എന്താണ്? ഡിഫറൻസിയേഷൻ. അപ്പോ ഈനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ വി കിട്ടുമെങ്കിൽ, ഇലക്ട്രിക് ഫീൽഡിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ പൊട്ടൻഷ്യൽ ഡിഫറൻസോ കിട്ടുമെങ്കിൽ നമുക്ക് എന്ത് പറയാം? പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ യു മസ്റ്റ് ഗെറ്റ് ഇലക്ട്രിക് ഫീൽഡ്. സോ എങ്ങനെയാണ് ഡിഫറൻസിയേഷന്റെ ചിഹ്നം? dV by dr അല്ലെ? സോ ഈ നെഗറ്റീവ് സൈൻ അവിടെ ഉള്ളതുകൊണ്ട് E is equal to മൈനസ് dV by dr. അപ്പോ പൊട്ടൻഷ്യലിനെ നെഗറ്റീവായി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. ഇലക്ട്രിക് ഫീൽഡിനെ നെഗറ്റീവായി ലൈനിൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ പൊട്ടൻഷ്യൽ ഡിഫറൻസും കിട്ടും. ഓക്കെ, സോ മൈനസ് dV by dr. That dV by dr is called potential difference per unit length അല്ലെ? dV is potential difference, dr is separation ആണ്. അപ്പോ dV by dr is potential difference per unit separation. That potential difference per unit separation is named as പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ്. വെലോസിറ്റി ഗ്രേഡിയന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇവിടെ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് പെർ യൂണിറ്റ് ലെങ്ത് ഓർ പെർ യൂണിറ്റ് സെപ്പറേഷൻ. സോ നെഗറ്റീവ് ഓഫ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ്. ക്ലിയർ? ഒരു ഫോർമുല കൂടി നമുക്ക് പറയാം. ഇങ്ങനെ രണ്ട് പ്ലേറ്റുകൾ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിൽ ഒരാൾ പോസിറ്റീവ് പ്ലേറ്റ് ആണ്, മറ്റാൾ ഈക്വൽ നെഗറ്റീവ് പ്ലേറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇടയിൽ ഉണ്ടാവുന്ന സ്ഥലത്ത് ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി യൂണിഫോം ആയിരിക്കും. നമ്മൾ പ്ലെയിൻ ഷീറ്റ് പാരലൽ ആയിട്ട് വെച്ചാലുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് ലെറ്റ് ഇറ്റ് ബി E. എത്രയാണ് നമുക്കറിയാം? ഇഫ് സർഫസ് ചാർജ് ഡെൻസിറ്റി ഓഫ് ദ പ്ലേറ്റ്സ് ഈസ് സിഗ്മ, ദെൻ ദാറ്റ് E is equal to എന്തായിരുന്നു? സിഗ്മ ബൈ 2ε0 ആണോ? അല്ല, E is equal to സിഗ്മ ബൈ ε0. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആണ്. അത് സിഗ്മ ബൈ ε0 ആണ്. ആരാ സിഗ്മ? സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ്. അത് എവിടുന്ന് എവിടേക്കാണ്? പോസിറ്റീവ് പ്ലേറ്റിൽ നിന്ന് നെഗറ്റീവ് പ്ലേറ്റിലേക്കാണ്. അപ്പൊ അങ്ങനെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ് ഈ രണ്ട് പ്ലേറ്റുകൾക്കിടയ്ക്കുള്ള സെപ്പറേഷൻ ദൂരം d ആണെങ്കിൽ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ. ആ പൊട്ടൻഷ്യൽ വ്യത്യാസം v ആണെങ്കിൽ ആ വിയും ഇയും ഡിയും തമ്മിലുള്ള ബന്ധവും ഇമ്പോർട്ടന്റ് ആണ്, ഓർമ്മിക്കുക. എന്താണ് ഇപ്പൊ പറഞ്ഞത്? dV by dr ആണ് E. ഡിവിയുടെ സ്ഥാനത്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നിങ്ങൾക്ക് v ആയിട്ട് എഴുതാം. ആ സെപ്പറേഷൻ dr ന്റെ സ്ഥാനത്ത് ഈ ദൂരത്തിനെ നിങ്ങൾക്ക് d ആയിട്ട് എഴുതാം. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയതുകൊണ്ടാണ് ആ ഫോർമുല എളുപ്പമായത്. Therefore E is equal to V by D. ഇലക്ട്രിക് ഫീൽഡ് is equal to V by D. വിന്റെ യൂണിറ്റ് എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് വോൾട്ട്, ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ. അങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിക്ക് വോൾട്ട് പെർ മീറ്റർ എന്നുള്ള യൂണിറ്റ് വന്നത്. ന്യൂട്ടൺ പെർ കൂളോം മുമ്പ് പഠിച്ചിട്ടുണ്ട്. കൂടെ വോൾട്ട് പെർ മീറ്റർ വരാൻ കാരണം ഈ പറഞ്ഞ V by D ആയതുകൊണ്ടാണ്, dV by dr ആയതുകൊണ്ടാണ്. അപ്പൊ തിരിച്ചു എഴുതിയാൽ V is equal to പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്, V is equal to E into D. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർമ്മിക്കുക. ഒന്നുകൂടി, ഒരു ഇലക്ട്രിക് ഫീൽഡിനെ പഠിക്കാൻ ഒരു സ്കെലാർ ക്വാണ്ടിറ്റി ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഏത്? പൊട്ടൻഷ്യൽ ഡിഫറൻസും പൊട്ടൻഷ്യലും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് സ്കെലാർ ക്വാണ്ടിറ്റിയാണ്, പൊട്ടൻഷ്യൽ സ്കെലാർ ക്വാണ്ടിറ്റിയാണ്. ഡിഫൈൻ ചെയ്തത് ഒരു വ്യത്യാസമേ ഉള്ളൂ. യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് രണ്ട് പോയിന്റുകൾക്കിടയ്ക്ക് ഇലക്ട്രിക് ഫീൽഡിനെതിരായി ആക്സിലറേഷൻ കൂടാതെ നീക്കാൻ വേണ്ട വർക്കാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയിൽ നിന്ന് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ എങ്ങനെയാണ് ആക്സിലറേഷൻ കൂടാതെ നീക്കാൻ വേണ്ട വർക്കാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. SI യൂണിറ്റ് വോൾട്ട് ആണ്. ഓക്കെ, ഇനി വർക്ക് ആയതുകൊണ്ട് പോസിറ്റീവും നെഗറ്റീവും ഒക്കെ വരാം. പോസിറ്റീവ് ചാർജ് കാരണം ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ചാർജ് കാരണം ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. പ്രത്യേകം ഓർമ്മിക്കുക, പോസിറ്റീവ് ചാർജിന്റെ പൊട്ടൻഷ്യൽ V ഈസ് പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ചാർജിന്റെ പൊട്ടൻഷ്യൽ ഈസ് ഓൾവേസ് നെഗറ്റീവ് ആണ്. ഇനി പൊട്ടൻഷ്യലും അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ബന്ധം, നെഗറ്റീവ് ഓഫ് ലൈൻ ഇന്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓർ പൊട്ടൻഷ്യൽ ലിമിറ്റിനനുസരിച്ച് മാറും. തിരിച്ച് നെഗറ്റീവ് ഓഫ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ്. സോ V is equal to മൈനസ് ഇന്റഗ്രൽ E dot dr, തിരിച്ച് E is equal to മൈനസ് dV by dr.
അതിനെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണെങ്കിൽ ഫോർമുല ഉപയോഗിക്കാം. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണെങ്കിൽ V = E × D or E = V/D. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യണം? കഷ്ടപ്പെടണം. അപ്പൊ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുക. അങ്ങനെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം എല്ലാ കാലത്തും നിലനിൽക്കും. ഓക്കെ, താങ്ക് യു, ബൈ.